ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിക്കുന്നുവെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു. SITക്ക് തിരിച്ചടിയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ SIT ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നുവെങ്കിൽ ജാമ്യം ലഭിക്കില്ലായിരുന്നു. ഒക്ടോബർ 17-നാണ് ദ്വാരപാലക ശില്പക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്ന് SIT അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 90 ദിവസം പൂർത്തിയാകുന്നു. നിയമപരമായ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നടക്കമുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഈ മണിക്കൂറിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. കട്ടപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുരാരി അറസ്റ്റായി 90 ദിവസം കഴിഞ്ഞു. SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാതെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജി മുരാരി ബാബു സമർപ്പിച്ചിട്ടുമുണ്ട് എന്നടക്കമുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതിക്ക് ജാമ്യം ലഭിക്കുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. R അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, വിവരങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്ന അതേ കോടതി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കേസിൽ ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഒക്ടോബർ 17-നാണ് ദ്വാരപാലക പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതി എന്ന നിലയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ അറസ്റ്റ് രേഖപ്പെടുത്തി 90 ദിവസം കഴിഞ്ഞതിനകം കുറ്റപത്രം നൽകാത്തതുകൊണ്ടാണ് സ്വാഭാവികമായ ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകർ ഈ സ്വാഭാവിക ജാമ്യം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അത് തന്നെയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ കഴിയില്ല. കാരണം ഈ ഒക്ടോബർ 17-ന് ഈ ദ്വാരപാലക പാളികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് നവംബർ 3-നാണ് ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിൽ ഇപ്പോൾ 90 ദിവസം ആകാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇനി പ്രത്യേക ജാമ്യ ഹർജി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകേണ്ടി വരും. ഏതായാലും അതിനു മുൻപ് തന്നെ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇടക്കാല കുറ്റപത്രം നൽകാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. അത് സംബന്ധിച്ച് ഹൈക്കോടതിയുമായി ആശയവിനിമയം SIT നടത്തിയിട്ടുണ്ട്. കാരണം ഈ കേസിൽ ചാർജ് ഷീറ്റ് നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ കോടതി കൂടുതൽ അന്വേഷണത്തെ സമയം നീട്ടി നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തൽ കൂടി അടിസ്ഥാനമാക്കി ചാർജ് നൽകാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഒരുപക്ഷെ അതിനു മുൻപ് തൊണ്ടിമുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊണ്ടിമുതൽ അന്വേഷണം ഫർദർ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇടക്കാല കുറ്റപത്രം ഈ 2 കേസുകളിലും നൽകി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് ഒഴിവാക്കാനുള്ള നീക്കമാകും SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന എല്ലാ പ്രതികൾക്കും ഈ 2 കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് പല കാലഘട്ടങ്ങളിലാണ്. അതിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. രണ്ടാമത് അറസ്റ്റിലാകുന്നത് മുരാരി ബാബുവാണ്. മുരാരി ബാബു ഇപ്പോൾ ഈ 2 കേസിലും ഒരുമിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് മുരാരി ബാബുവിൻ്റെ 90 ദിവസം പൂർത്തിയായി കഴിഞ്ഞു. ഈ 2 കേസുകളിലും ചാർജ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി മുരാരി ബാബു ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. അത് ഇന്ന് അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ മുരാരി ബാബുവിന് 2 കേസിലും സ്വാഭാവിക ജാമ്യം ലഭിക്കും. അങ്ങനെ മുരാരി ബാബു ജയിൽ മോചിതനാകാനുമുള്ള സാധ്യതയുണ്ട്. രതീഷ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുന്നു എന്ന വാർത്തകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഹൈക്കോടതി ഇടപെടലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കടകംപള്ളിക്കെതിരായ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതിന് ഇടയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകാത്തതുകൊണ്ട് 90 ദിവസം കഴിഞ്ഞു എന്ന സാങ്കേതികമായ സാഹചര്യത്തിൽ ഇപ്പോൾ മുഖ്യപ്രതിക്ക് ജാമ്യം ഒരു കേസിൽ ലഭിക്കുന്നത്. അനന്തൻ, എന്തുകൊണ്ട് അന്വേഷണം വൈകുന്നു? അത് സ്വാഭാവിക ഒരു പ്രോസസ്സിന്റെ ഭാഗമാണോ? ആ നിലയിലാണല്ലോ ഇതുവരെയും പുറത്തുവന്ന വിവരങ്ങൾ. അല്ല, സാങ്കേതികമായി ഇവരുടെ ജാമ്യം തടയാൻ വേണ്ടി ഒരു ഇടക്കാല കുറ്റപത്രം നൽകൽ, അത്തരം സാധ്യതയും സാഹചര്യവും എന്താണ്? അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങൾ എന്താണ്? രതീഷ്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം സാധാരണഗതിയിലുള്ളൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഈ അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നേരിട്ടാണ്. ദേവസ്വം ബെഞ്ചിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ ദേവസ്വം ബെഞ്ച് തന്നെ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല 2019 മുതലുള്ള കാര്യങ്ങൾ, അതിനൊപ്പം ശരിക്കും പറഞ്ഞാൽ 98 മുതലുള്ള കാര്യങ്ങളാണ് SIT സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും പുതിയ തലങ്ങളിലേക്ക് അന്വേഷണം പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, അതീവ രഹസ്യമായി നടന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിലെ പല വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടൊക്കെ നൽകുമ്പോൾ അതിൽ വളരെ ചെറിയ വിവരങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഗോപ്യമായി വെച്ചുകൊണ്ടുള്ള നീക്കം
നീക്കമാണ് SITയും ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എവിടം വരെ അന്വേഷണം എത്തി എന്ന് പൂർണ്ണമായ വിവരം പൊതുമധ്യത്തിൽ എത്തിയിട്ടില്ല. പക്ഷേ നമുക്കിപ്പോഴും വ്യക്തമാകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം ഈ തൊണ്ടി മുതൽ എവിടെ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. ഈ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചു എന്നുള്ളത് നമുക്കറിയാം, അത് കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം ഉരുക്കിയെടുത്തു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പങ്കജ് ഭണ്ഡാരിയുടെയും മൊഴി. അതുമായി ബന്ധപ്പെട്ട് ചില സ്വർണ്ണ ഉരുപ്പടികൾ ഏതാണ്ട് രണ്ടുപേരുമായി 600 ഗ്രാം സ്വർണ്ണക്കട്ടി അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തൊണ്ടി മുതലായി അന്വേഷണ സംഘം ഇതുവരെ കണക്കാക്കിയിട്ടില്ല. അതിനിടെ ഇപ്പോൾ VSCയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ സ്വർണം ഉരുക്കിയെടുത്തതല്ല, സ്വർണ്ണപ്പാളി അപ്പാടെ കൊണ്ടുപോയി ശേഷം പുതിയ പാളി നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവച്ചതാണെന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ തെളിവുകൾ കോടതിയുടെ മുന്നിലേക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവികമായി സാങ്കേതികമായി ജാമ്യം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.